ഈ വർഷത്തെ വിഷുഫലം. പൂയം നാള് മുതൽ ചിത്തിര നാള് വരെ. പൂയം പൊതുവെ ഗുണദോഷ സമ്മിശ്രാവസ്ഥ ഉണ്ടാകുന്നതാണ്. കർമ്മമേഖലയിൽ നേട്ടങ്ങൾ പലതും ഉണ്ടാകും. നൂതന സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നതാണ്. ഇതിലൂടെ അധിക വരുമാനം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പുരോഗതി നേടാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അവിചാരിതമായി പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നു. ഗ്രഹനിർമ്മാണം നടത്തുന്നവർ അതിവ്യയം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കൂടുതൽ ശ്രദ്ധയോടുകൂടി സകല കാര്യങ്ങളും ചെയ്യുക. ഒരു ഗണപതി ഹോമം നടത്തുക. നീല വൈഡൂര്യം ധരിക്കുന്നത് ശുഭം. ആയില്യം എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ഗുണാത്മകമായ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിക്കും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇതുവഴി കൂടുതലായി ആദായം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജയ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ ശാസന, ശിക്ഷാ നടപടികൾ എന്നിവയൊക്കെ നേരിടേണ്ടി വന്നേക്കാം. സകല ദോഷശാന്തിക്കായി ഒരു മൃത്യുഞ്ജയ ഹവനം നടത്തുക. സമുദ്ര നീരക്കല്ല് ധരിക്കുന്നതും ഉത്തമമായി കാണുന്നു. മകം ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും. പുതിയ പ്രവർത്തന മേഖലകളിൽ പരിശ്രമം തുടങ്ങും. ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ്. ഏത് കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങൾ ഉടലെടുക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സമയമാറ്റം, സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്തതിപരമായ കാര്യങ്ങളിൽ ചില ലഘുവായ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. കച്ചവടക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉടനുണ്ടാകും. വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രത കാണിക്കുക. സത്യനാരായണ പൂജ നടത്തുകയും പത്മരാഗം ധരിക്കുകയും ചെയ്യുക. പൂരം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും സാധിക്കും. നൂതന സംരംഭങ്ങൾ തുടങ്ങും. കൂടുതൽ ആദായം നേടിയെടുക്കുന്നതിന് കഴിയും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പാലിക്കുക. അപ്രതീക്ഷിത രോഗക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. യാത്രാക്ലേശവും അലച്ചിലും അനുഭവപ്പെട്ടേക്കാം. നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരാജയ സാധ്യത കാണുന്നു. ഉദ്യോഗസ്ഥർക്ക് പൊതുവെ ഗുണകരമായ മാറ്റമാണ് കാണുന്നത്. ഒരു നവഗ്രഹ ശാന്തി ഹോമം നടത്തുകയും നീലപ്പവിഴം ധരിക്കുകയും ചെയ്യുന്നത് ഉത്തമം. ഉത്രം ഗുണദോഷ സമ്മിശ്രാവസ്ഥ നിലനിൽക്കുന്നതാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പലവിധ അസ്വസ്ഥതകളും ഉടലെടുക്കും. വരുമാനം കുറയും. പല രീതിയിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകും. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ശരിയായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് സാമ്പത്തിക ബാധ്യതകൾ സൃഷ്ടിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പുരോഗതി കൈവരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത. സംഭാഷണത്തിൽ മിതത്വം ശീലിക്കുക. നവഗ്രഹ ശാന്തി നടത്തുന്നത് ഉത്തമം. അത്തം ദീർഘകാലമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കും. തൊഴിൽ രംഗത്ത് ഗുണദോഷ സമ്മിശ്രത. പുതിയ മേഖലയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതാണ്. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. സുഹൃത്ത് ജനങ്ങളുമായി ഭിന്നത ഉടലെടുക്കാം. വിദ്യാർത്ഥികൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജയം ഉണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് പലവിധ പ്രശ്നങ്ങൾ കർമ്മരംഗത്ത് ഉണ്ടാകാൻ ഇടയുള്ളതായി കാണുന്നു. ഒരു മഹാമൃത്യുഞ്ജയം നടത്തുക. സമുദ്രനീലം ധരിക്കുന്നതും ഉത്തമം. ചിത്തിര പൊതുവെ ഗുണദോഷ സമ്മിശ്രാവസ്ഥ നിലനിൽക്കുന്നു. തൊഴിൽ രംഗത്ത് ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കും. ധനനഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, മനോമാന്ദ്യം ഇവ ഉണ്ടാകുന്നതിന് സാധ്യത. രോഗവിഷമതകൾ വർദ്ധിച്ചേക്കാം. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കുകയും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥാനമാറ്റം ഉണ്ടാകും. വിദ്യാർത്ഥികൾ ശരിക്ക് ശ്രമിച്ചാൽ ഉന്നത നിലയിൽ മുന്നോട്ടു പോകാനാകും. സർവകാര്യസിദ്ധിക്കായി ഒരു അശ്വാരൂഢ പൂജ നടത്തുക. പത്മരാഗ കല്ല് ധരിക്കുക.